അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ധാരാളം സഹോദരന്മാർ ഹജ്ജിലാണ് ഉള്ളത്. നമ്മളിൽ പല ആളുകളും ഹജ്ജ് നിർവഹിച്ചവരാണ്. ബാക്കിയുള്ള ആളുകൾ ഒരു ഹജ്ജ് നിർവഹിക്കാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരാണ്. ഈ മൂന്നിലൊരവസ്ഥയിൽ ആയിരിക്കും നമ്മളെല്ലാവരും. ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പരിശുദ്ധ ഭൂമിയിലെത്തിയ ഒരവസ്ഥ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹജ്ജിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഹജ്ജ് നിർവഹിച്ച അവസ്ഥയാണ് നമുക്കുള്ളത്. ഹജ്ജ് ഒരു അനുഭവമാണ് ജീവിതത്തിൽ. അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ആ കർമ്മം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ്. ഒരുപക്ഷെ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടക്ക് നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുമ്പോൾ. അതൊരു അനുഭവമെന്ന് പറയാനുള്ള ഒരു കാരണം, ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വലിയൊരു തുക നമ്മൾ അതിനു വേണ്ടി വിനിയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു തീരുമാനമാണല്ലോ. അത്രയും പണം ചെലവഴിച്ച് ഒരു ഹജ്ജ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു തീരുമാനമാണ്. അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. കാരണം അത് എത്രമാത്രം പ്രാധാന്യം നിറഞ്ഞതാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ യാത്രക്കുള്ള ആ തയ്യാറെടുപ്പും തീരുമാനവും എടുക്കുമ്പോൾ തന്നെ അത് ജീവിതത്തിൽ നിർണായകമായ ഒരു തീരുമാനമായിരിക്കും. മാത്രമല്ല, ഒരു യാത്രയാണല്ലോ ഹജ്ജ് എന്ന് പറയുമ്പോൾ. നമ്മളിവിടെ നിന്ന് നമ്മുടെ നാട് വിട്ടുപോയി പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു യാത്രയാണ്. എല്ലാ യാത്രകളും നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, ആ യാത്രയിലെ ഭക്ഷണം, ഒരു പുതിയ നാട്, പുതിയ പ്രദേശം, നമ്മുടെ വീടുകളിൽ നിന്ന് വിട്ടിറങ്ങി പോകുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ യാത്ര എന്നൊരനുഭവവും ഹജ്ജിനനുഭവം. പിന്നെ ഈ യാത്രക്കുള്ളൊരു പ്രത്യേകത ആണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളൊരു യാത്രയാണ്. അതുകൊണ്ട് അതൊരു പുണ്യയാത്രയാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം നമുക്ക് ലഭിക്കുന്ന നിർഭയത്വത്തിൻ്റെ ഒരു യാത്രയാണത്. യാത്രയുടെ ആശങ്കകളൊന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ മരിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം എന്താ, നമ്മൾ സ്വർഗത്തിലായിരിക്കും. ഇഹ്റാമിൻ്റെ വേഷത്തിൽ മരിക്കുകയാണെങ്കിൽ മുഖവും കൂടെ മൂടാതെയാണ് നമ്മളെ മറവ് ചെയ്യുക. ഒരു മുഹരിമിൻ്റെ ഇഹ്റാമിൻ്റെ അവസ്ഥയിലാണ് എന്ത് ചെയ്യുക, മറവ് ചെയ്യപ്പെടുക. പിന്നെ നമ്മൾ അവിടെ പോയിട്ടുള്ള അവിടെ നമ്മൾ കാണുന്നത്, ആദ്യമായി നമ്മൾ കാണുന്നത് കഅബാലയാണ്. കഅബ എന്നുള്ളത് നമ്മളെത്രയോ വർഷങ്ങളായി നമ്മൾ തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചിരുന്ന സ്ഥലമാണ്. അതൊരു സ്വപ്നമാണ്. ഒരു പക്ഷേ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ ആ കഅബൻ്റെ ഫോട്ടോ, ആ കഅബയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, പതിഞ്ഞു കിടക്കുന്നതാണ്. അതിൻ്റെ മുന്നിൽ നമ്മൾ നിന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് അനുഭവത്തിൻ്റെ വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ കരഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ സന്തോഷിച്ചു പോകുന്ന, സന്തോഷം കൊണ്ട് നമ്മൾ വികാരധീനനായി പോകുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ആ കഅബ കാണുന്നത്. അതാണ് ഹജ്ജ് ഒരു അനുഭവമാണെന്ന് പറഞ്ഞത്. മാത്രമല്ല, അത് കഴിഞ്ഞ് നമ്മൾ ദിവസങ്ങളോളം ഹറമിൻ്റെ പരിസരത്ത് താമസിക്കുകയാണ്. ആ ഹറമിലേക്കുള്ള പോക്ക്, അവിടുത്തെ തവാഫ്, നമസ്കാരങ്ങൾ, ആ ഹോട്ടലിലെ താമസം, എല്ലാം നമ്മുടെ കൂടെ ഹജ്ജിന് വേണ്ടി വന്ന ആളുകളുമായുള്ള ബന്ധം, സൗഹൃദം, സ്നേഹം, ഇതൊക്കെ ഭയങ്കരമായ അനുഭവങ്ങളാണ്. മാത്രമല്ല, അത് കഴിഞ്ഞ് നമ്മൾ മിനയിൽ താമസിക്കുന്ന, ടെൻറ്റിൽ താമസിക്കുന്ന അവസ്ഥ, അവിടെയുള്ള നമസ്കാരം, അവിടെ നിന്നുള്ള പ്രാർത്ഥനകളും, അത് കഴിഞ്ഞ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് അറഫ, ഒരേ വേഷത്തിൽ ഒരേ രൂപത്തിൽ. ഹാജിമാരല്ലാതെ ആരും അവിടെ വരുന്നില്ല. ഹാജിമാരെല്ലാവരും ഇഹ്റാമിലാണ്. അതിവിശാലമായ ആ കുന്നിൻ താഴ്വരകളിൽ നിറഞ്ഞു നിൽക്കുന്ന ജനലക്ഷങ്ങൾ, അതിലൊരാളായി നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു വല്ലാത്ത അനുഭവം തന്നെയല്ലേ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് മുസ്ദലിഫയിലുള്ള നമ്മുടെ ഉറക്കം, അതൊരു വല്ലാത്ത അനുഭവകരമായ ഒരു കാര്യം. നമ്മളവിടെ കിടന്ന് ഉറങ്ങുകയാണ്. തുറന്ന് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഉറങ്ങുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഏറ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും മക്കയിലേക്കുള്ള പോക്ക്, അവിടെയുള്ള തവാഫ്, സഅയ്, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നു. ഈ അനുഭവങ്ങൾ അത് കഴിഞ്ഞ് അവസാനം ഒരു വദാഇൻ്റെ തവാഫ് ചെയ്ത് ആ നമ്മുടെ പരിശുദ്ധമായ ഭൂമി വിട്ടു പോരുമ്പോൾ കരയാത്തവരാരാണുള്ളത്? ഇങ്ങനെ ഹൃദയത്തെ തൊടുന്ന ഒട്ടനവധി അനുഭവങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഹജ്ജ് എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഹജ്ജിലുള്ള ആളുകൾ അത് ഭംഗിയായി നിർവഹിക്കുവാനും, ഹജ്ജ് കഴിഞ്ഞ ആളുകൾ ആ ഹജ്ജിനനുസരിച്ചുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും, ഹജ്ജ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യുവാനുമുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. ഒരു സ്വീകാര്യമായ ഹജ്ജുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ
അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.